SSLC റിസൾട്ട് വന്നതിന് ശേഷം A+ കുറഞ്ഞ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. റീവാലുവേഷൻ ആയി ബന്ധപ്പെട്ട് അപേക്ഷാ സമർപ്പണം ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് റീവാലുവേഷൻ അപേക്ഷ സമർപ്പിക്കുന്ന തീയതി എന്ന് പറയുന്നത് മെയ് 12 മുതൽ 17 വരെയാണ്. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റിൽ നിങ്ങൾ കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ആ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അപേക്ഷാ ഫീസും നിങ്ങൾ പഠിച്ച SLCക്ക് പഠിച്ച സ്കൂളിലാണ് നൽകേണ്ടത്. ഇനി അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ടും സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് പോലെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതിനകത്ത് ആശങ്കയൊന്നും വേണ്ടതില്ല. നിങ്ങൾക്കിപ്പോൾ ലഭിച്ച മാർക്ക് അവിടെ തന്നെ നിലനിൽക്കുകയും ഒപ്പം തന്നെ ഗ്രേഡ് ഉയർന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടക്കുന്ന ഫീസ് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. എത്ര വിഷയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും. റീവാലുവേഷൻ്റെ അപേക്ഷാ ഫീസ് 400 രൂപയാണ് ഒരു വിഷയത്തിന്. ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയുടെ ഫോട്ടോ കോപ്പി, ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ലഭിക്കണമെങ്കിൽ 200 രൂപയാണ് ഒരു വിഷയത്തിന് നൽകേണ്ടത്. ഒപ്പം തന്നെ സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടനി ചെയ്യണം. അതായത് മാർക്ക്, വാല്യൂ ചെയ്ത മാർക്ക് ആഡ് ചെയ്ത് കൗണ്ട് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ചെയ്യുക. 50 രൂപയാണ് അതിനകത്തുള്ള ഫീസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 12 തീയതി മുതൽ 17 തീയതി വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഇതിൻ്റെ ഫീസ് അടച്ച് നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം വന്നിട്ടുള്ളത് ഈ പറയുന്ന +1 ഏകജാലകത്തിന് ഇത് പരിഗണിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏകജാലകത്തിൻ്റെ 1ാം ഘട്ട അലോട്ട്മെൻറ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ, ഒന്നാം ഘട്ടത്തിലുള്ള അഡ്മിഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ റിസൾട്ട് സാധാരണ വരുന്നതാണ്. അതുകൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവേശനത്തിൻ്റെ കാര്യങ്ങൾ വരിക എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ആശങ്കകളൊന്നും അതിനകത്ത് വേണ്ടതില്ല. റീവാലുവേഷന് കൊടുക്കാൻ നിങ്ങൾക്ക് ഗ്രേഡ് ഉയർന്ന് കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒപ്പം തന്നെ A+ കുറഞ്ഞതുകൊണ്ട് ആരും അതിനകത്ത് അത് നിങ്ങളുടെ പ്രവേശനത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ആശങ്കകളൊന്നും വേണ്ടതില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ലഭിക്കും. പക്ഷേ അതിനകത്ത് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് ഉദ്ദേശിച്ച സ്കൂളിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റക്കുറച്ചിൽ മാത്രമാണ്. പക്ഷേ അത് ഇനി വരുന്ന +2 പഠനത്തിൽ നിങ്ങൾ അതിൻ്റെ കൂടി ഊർജം സംഭരിച്ചുകൊണ്ട് പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മധൈര്യം കാണിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. അതുകൊണ്ട് റീവാലുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, മാർക്ക് കൂടുതൽ ലഭിക്കുമെന്ന് സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകുകയും ചെയ്യാം. ഓക്കെ.